ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ലേൺ എക്കണോമിയ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സോ ഈ ഒരു പെർട്ടിക്കുലർ തിയറി ഇസ് സംതിങ് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ തിയറിയുടെ മെയിൻ ക്രക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് കം ടു ദ ടോപ്പിക്. ഈ ഒരു പെർട്ടിക്കുലർ തിയറി ഇസ് ആക്ച്വലി primarily developed by a very famous person called Dale Jorgensen. അപ്പോൾ ഡെയിൽ ജോർഗൻസന്റെ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എന്ന് ചോദിക്കുമ്പോഴും നമ്മുടെ ആൻസർ എന്താണ്? ദിസ് ഇസ് ദ തിയറി. ഓക്കെ, ന്യൂ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ തിയറിയുടെ പ്രത്യേകത എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ യു ഡു ഹാവ് എ സെറ്റ് ഓഫ് തിയറീസ്, റൈറ്റ്? ഒരുപാട് തിയറീസ് നമ്മൾ ഇവിടെ എടുക്കുന്നുണ്ട്. അതായത് ട്രഡീഷണൽ അപ്രോച്ചിൽ വരുന്നതും മോഡേൺ അപ്രോച്ചസിൽ വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് തിയറീസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഡെയിൽ ജോർഗൻസന്റെ ഈ ഒരു പെർട്ടിക്കുലർ തിയറി വുഡ് ബി കമ്മിങ് അണ്ടർ ദ മോഡേൺ അപ്രോച്ച് ടു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഒരു മോഡേൺ പെർസ്പെക്ടീവിലാണ് ഇദ്ദേഹത്തിന്റെ തിയറി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ ക്രക്സ്? ഇത് എന്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ തിയറി പറയുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഡെയിൽ ജോർഗൻസൺ ഇവിടെ പറയുന്നു. അതായത് ഏതൊരു ഫേമും ഏതൊരു ഇൻഡസ്ട്രിയും അവർ ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ അവരുടെ മെയിൻ ഇന്റൻഷൻ എന്താണ്? ദർ മെയിൻ ഇന്റൻഷൻ ഇസ് പ്രോഫിറ്റ്, റൈറ്റ്? അവരുടെ മെയിൻ ഇന്റൻഷൻ പ്രോഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്താണ്? ഇതിൽ നിന്ന് എത്രമാത്രം പ്രോഫിറ്റ് കിട്ടുമോ അത്രമാത്രം പ്രോഫിറ്റ് എനിക്ക് നേടിയെടുക്കണം. സോ ദ ഇന്റൻഷൻ വുഡ് ബി ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്. ഒരു റാഷണൽ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ആസ് യു നോ, വി ഡു നോട്ട് ഡീൽ വിത്ത് എനി ഇറാഷണൽ ഇക്കണോമിക് ഏജൻസ്. നമ്മൾ സാധാരണഗതിയിൽ ഇക്കണോമിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴേ നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്ന എന്താണ്? ഓൾ ഇക്കണോമിക് എൻറ്റിറ്റീസ് ആർ റാഷണൽ. ഇപ്പൊ കൺസ്യൂമേഴ്സ് ആയിക്കോട്ടെ, പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ, ഇവരെല്ലാം റാഷണൽ ആണ്. റിയാലിറ്റിയിൽ പലരും പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്ത് ബിസിനസ് ചെയ്യുമ്പോഴും ലോസ് ഉണ്ടാക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ അവർ എക്സ്പെക്ടേഷൻ ഹിയർ as a producer, as a firm, as an industry, expectation എന്താണ്? ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ്, റൈറ്റ്? അപ്പൊ വെറുതെ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇരുന്നാൽ പറ്റില്ല. വി ഹാവ് ടു ഡു സംതിങ്, റൈറ്റ്? വി ഹാവ് ടു മേക്ക് സം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, റൈറ്റ്? സോ ഇവിടെ ആസ് പെർ ഡെയിൽ ജോർഗൻസൺ ഏതൊരു ഫേമും അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിയും ഇറ്റ് നീഡ്സ് ടു എസ്റ്റാബ്ലിഷ് സംതിങ് കോൾഡ് എ ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ വി ഹാവ് ടു ഡു സംതിങ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി മനസ്സിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമ്മൾ അത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയിൽ നടത്തണം. ആൻഡ് വി കോൾ ദിസ് ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് ആസ് കെ സ്റ്റാർ. അപ്പം നമ്മുടെ ഇന്റൻഷൻ ഈ ഒരു തിയറിയിലൂടെ നമ്മുടെ ഇന്റൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ മോഡലിലൂടെ നമ്മൾ ഈ കെ സ്റ്റാർ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആൻഡ് വാട്ട് ഇസ് കെ സ്റ്റാർ? ദ ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക്. അപ്പൊ നമുക്ക് പതുക്കെ അതിലോട്ട് പോകാം. അതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് ഈ ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് നമുക്ക് ഈ ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിൽ എത്തിച്ചേരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? സോ ദ ഫസ്റ്റ് ആസ്പെക്ട് ദാറ്റ് വി ആർ ഹാവിംഗ് ഈസ് ദ മീനിങ് ഓഫ് ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക്. വാട്ട് ഈസ് ഇറ്റ്? It is an amount of capital good that would be allowing a firm to make its largest possible profit. അതായത് ഓരോ ഫേമിനും അതിൻ്റെതായിട്ടുള്ള ഒരു സിറ്റുവേഷണൽ സെനാറിയോയിലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആ ഫേം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫേം, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് ടു ഫേംസ്, ഫേം എ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേം ഉണ്ട്, ആൻഡ് ഓൾസോ യു ഡു ഹാവ് അനദർ ഫേം ബി എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫേം ഉണ്ട്. ഓർ യു മൈറ്റ് ബി ഹാവിംഗ് ഇൻഡസ്ട്രി എ ഓർ ഇൻഡസ്ട്രി ബി, വാട്ട് എവർ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഫോർ സിംപ്ലിഫിക്കേഷൻ നമ്മൾ ഫേം ലെവലിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഫേം എ ഉണ്ട്, ഫേം ബി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫേം എയുടെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആയിരിക്കില്ല ഫേം ബിയുടെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, റൈറ്റ്? പക്ഷെ രണ്ടു പേർക്കും എന്ത് വേണം? ദേ ഹാവ് ടു മേക്ക് സംതിങ് കോൾഡ് ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക്. അവർക്ക് ഒരു ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് രണ്ടുപേരും എസ്റ്റാബ്ലിഷ് ചെയ്തേ പറ്റുള്ളൂ, റൈറ്റ്? സോ ഇപ്പൊ ഫേം എന്റെ കാര്യം ആയിക്കോട്ടെ, ഫേം ബിന്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫേമിന്റെ കാര്യം ആയിക്കോട്ടെ, ദ ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് എന്നുള്ള ഒരു ഐഡിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് വിച്ച് a particular firm would be actually making. ആൻഡ് എന്തിനാണ് ഇവർ ഈ ഇത്രയും ക്യാപിറ്റൽ ഗുഡ്സ് അവർ കൺസിഡർ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സിന്റെ ബേസിസിലാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മാക്സിമം അറ്റൈനബിൾ പ്രോഫിറ്റ് ഇവർക്ക് കിട്ടുന്നത്. ഓക്കെ, എത്രമാത്രം പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈർഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിന്റെ ബേസിസിലാണ്. സോ ദാറ്റ് ഈസ് വൈ യു ആർ സേയിങ് ദാറ്റ് യുവർ പ്രോഫിറ്റ് വുഡ് ബി ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഡിസൈർഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക്. ഓക്കെ, സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് വുഡ് ബി മാക്സിമൈസിങ് ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. ഈ കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് കമ്പനിയെ സഹായിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് ആണ് ഈ ഡിസൈർഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക്. സംതിങ് ദാറ്റ് ഈസ് വെരി മച്ച് സിമ്പിൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ് ഡിസൈർഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ട എന്താണ്, എന്തിന്റെയൊക്കെ ബേസിസിലാണ് നമുക്ക് ഡിസൈർഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിൽ എത്തിച്ചേരാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഡിസൈർഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. യു ഡു ഹാവ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കമ്മിങ് ഹിയർ. പക്ഷേ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ തിയറിയുടെ ബേസിസിൽ, നമ്മുടെ ജോർഗൻസൺ പറയുന്നതിന്റെ ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും രണ്ട് ഫാക്ടേഴ്സ്, മെയിൻലി രണ്ട് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസൈർഡ് ലെവൽ ക്യാപിറ്റൽ സ്റ്റോക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പെർട്ടിക്കുലർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇതിനെ നമുക്ക് RC എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ പഠിക്കും. അതിനു മുന്നേ നമുക്ക് അടുത്ത ഫാക്ടറിന്റെ പേര് കൂടി പറഞ്ഞിട്ട് ഈ ഓരോ ഫാക്ടേഴ്സിന്റെയും എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. ഓക്കെ, ദ സെക്കൻഡ് ഫാക്ടർ ആസ് പെർ ദിസ് പേഴ്സൺ that would be influencing the desired level of capital stock is marginal product of capital. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയാണ് രണ്ട് ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഡിസൈഡ് ഓഫ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന. ഒന്ന് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിനെ നമുക്ക് RC എന്ന് വിളിക്കാം. മറ്റേത് എന്താണ്, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതിനെ നമുക്ക് MPK എന്ന് വിളിക്കാം, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ രണ്ട് ഫാക്ടേഴ്സിനെ വിശദമായിട്ട് തന്നെ കാണണം. Coming to the first aspect, that is rental cost of capital അല്ലെങ്കിൽ user cost of capital. RC എന്ന് നമ്മൾ പേരിട്ട് വിളിച്ച് അല്ലെങ്കിൽ റെന്റൽ കോസ്റ്റിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള RC. സോ ഇതെന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? വാട്ട് ഈസ് റെന്റൽ കോസ്റ്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് യൂസർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് വെറുതെ ക്യാപിറ്റൽ അക്വയർ ചെയ്യാൻ പറ്റും. സോ ആസ് ആൻ ഓൺട്രപ്രണർ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് എന്ത് ചെലവാകും, എക്സ്പെൻസ് ചെലവാകും. So here we are looking at the cost part. Okay, so this rental cost of capital would be the cost incurred by a firm or a company for the use of capital. നിങ്ങൾ ക്യാപിറ്റൽ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്നും ചെലവാകുന്ന ഒരു കോസ്റ്റ് or expense, that is called the rental cost of capital. Fine. അപ്പോൾ ഈ rental cost of capital നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ കുറെ കോമ്പോണൻസ് ഉണ്ട്. So you will understand this from this particular equation. ഈ ഒരു ഇക്വേഷനിൽ പറയുന്നത് എന്താണ്, റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ RC is equal to R plus D minus T. അപ്പൊ ഈ R എന്താണ് ഇവിടെ, D എന്താണ് ഇവിടെ, T എന്താണ് ഇവിടെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. And we are moving on to that right now. അപ്പോൾ ഈ ഇക്വേഷനിൽ, അതായത് RC is equal to R plus D minus T എന്ന് പറയുന്ന ഇക്വേഷനിൽ R is the real interest rate. R എന്താണ്, ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷന്റെ ബേസിസിൽ R എന്ന് വെച്ചാൽ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്. സോ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് മൈനസ് എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ റേറ്റ്, അല്ലെ? അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വിച്ച് ഇസ് അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ, അതാണ് എന്ത്, റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്, വിച്ച് ഇസ് സിംപ്ലി ദ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഫണ്ട്. ബോറോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ വെറുതെ നിങ്ങൾക്ക് ഇപ്പോൾ ബാങ്കിൽ പോയിട്ട് കടം എടുക്കുകയാണെങ്കിൽ യു ടേക്കിംഗ് എ ലോൺ ഫ്രം ബാങ്ക്, നിങ്ങൾക്ക് വെറുതെ ബാങ്ക് ലോൺ തരത്തില്ല. യു ഹാവ് ടു പേ സംതിങ് കോൾഡ് ഇൻട്രസ്റ്റ്, റൈറ്റ്? അപ്പോൾ as far as you are concerned നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു എക്സ്ട്രാ എക്സ്പെൻസ് ആണത്. നിങ്ങൾ ബാങ്കിൽ പോയി കടം എടുക്കുന്നത് അത്രയും പൈസ അല്ല നിങ്ങൾ തിരിച്ചടയ്ക്കുന്നത്, ആ പൈസ പ്ലസ് സംതിങ് എക്സ്ട്രാ, ദാറ്റ് ഈസ് വാട്ട് യു ആർ റിട്ടേണിംഗ് ടു ബാങ്ക്, ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കണം. സോ ഇവിടെ നമ്മൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് minus expected inflation rate. The interest rate that you're paying is actually adjusted for inflation. Inflation consideration എടുത്തിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് യുവർ R ഇൻ ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ. ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിലാണ് R അത്. ഓക്കെ, നമ്മൾ D എന്താണ്, ഈ സിംപ്ലി ഡെപ്രീസിയേഷൻ. അപ്പൊ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട്ടിലൊരു മിക്സി
വാങ്ങിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൈൻഡർ മേടിച്ചു. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളത് പോലെ ഞാൻ ഈ മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡർ വാങ്ങിക്കുന്ന സമയത്ത് ഇത് പുത്തൻ പുതിയതായിരുന്നു. പക്ഷെ ഞാനിത് യൂസ് ചെയ്യുന്നു, എല്ലാ ദിവസവും ഞാനിത് യൂസ് ചെയ്യുന്നു. സോ ഞാനിത് ആദ്യം വാങ്ങിച്ച ദിവസം അത് അടുത്ത ദിവസം ഒക്കെ തന്നെ ഈ മിക്സി അല്ലെങ്കിൽ ഗ്രൈൻഡർ വളരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പതിയെ ഈ മിക്സിക്ക് അല്ലെങ്കിൽ ഗ്രൈൻഡറിന് എന്തോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നെ മോട്ടറിന് എന്തോ പ്രശ്നം, അല്ലെങ്കിൽ അതിന്റെ ബ്ലേഡിന് എന്തോ പ്രശ്നം എന്നിങ്ങനെ ഓരോ ഇഷ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്ത് വിചാരിക്കുകയാണ്, ഓക്കെ 2 വർഷമാണ്, 2 വർഷം ഞാൻ ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു, എൻ്റെ ഈ വാറണ്ടി പീരീഡ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്തെങ്കിലും പ്രശ്നം ഈ ഒരു ഇലക്ട്രോണിക് അപ്ലയൻസിന് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഞാൻ അത് ശരിയാക്കണം, അല്ലെങ്കിൽ ഞാനത് മാറ്റി വാങ്ങണം. സോ സംടൈംസ് മാറ്റി വാങ്ങുക എന്നുള്ളത് ഇപ്പോൾ 2 വർഷം അല്ലേ ആയുള്ളൂ. ഇപ്പൊ ചെറിയ എന്തെങ്കിലും പരിപാടി ആണെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പാർട്ട് മാത്രം മാറ്റിയിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും, ഓക്കെ ഈ മിക്സി കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ആള് പറയുന്നത്, മെക്കാനിക്ക് പറയുന്നത് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, ബുഷിന് പ്രശ്നമാണ്, അല്ലെങ്കിൽ ബ്ലേഡിന് ചെറിയൊരു ഇഷ്യൂ ഉള്ളൂ, മാറ്റിയിട്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഇനി മാറ്റി ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അപ്പൊ ഞാൻ വിചാരിക്കും, ശരിയാ 2 വർഷം ആകുന്നല്ലേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ പാർട്ട് മാത്രം മാറ്റിയിടും. ഇത് എനിക്ക് വെറുതെ ആ കടയിൽ ഇരിക്കുന്ന ആള് തരുന്ന ഒരു സംഭവമാണോ? അല്ല, ഐ ഹാവ് ടു പേ ഫോർ ദാറ്റ്, റൈറ്റ്? സോ ഞാൻ മിക്സി മേടിച്ചപ്പോൾ തന്നെ ഇപ്പൊ ഡാമേജ് ആയ കോമ്പണന്റ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, അതിനും കൂടെ പൈസ കൊടുത്തിട്ടാണ് ഞാൻ ആ മിക്സി മേടിച്ചത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പൊ വീണ്ടും അതിന് വേണ്ടി ആ ഒരു പെർട്ടിക്കുലർ കോമ്പണന്റിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിന് വേണ്ടി ചെലവാക്കും. വൈ? ബിക്കോസ് സം വെയർ ആൻഡ് ടയർ വാസ് ഹാപ്പനിങ്. സോ ഇതേ ഒരു ഐഡിയ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ബോറോ ചെയ്യാണ്. സംതിങ് കോൾഡ് ഡെപ്രീസിയേഷൻ ഹാസ് ഹാപ്പൻഡ്, റൈറ്റ്? അതായത് you will be facing something called the reduction in capital's value due to continuous usage. നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വാല്യൂവിൽ റിഡക്ഷൻ വരും. അപ്പൊ ഞാൻ വാങ്ങിച്ച സമയത്ത് മിക്സിക്ക് ഉണ്ടായിരുന്ന വാല്യൂ അല്ല ഇപ്പൊ ഞാൻ മിക്സിക്ക് കൊടുക്കുന്ന വാല്യൂ. വൈ? ബിക്കോസ് ഞാൻ വാങ്ങിച്ച സമയത്ത് കൃത്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, ഒരു പ്രശ്നമില്ലായിരുന്നു, വളരെ എഫിഷ്യന്റ് ആയിരുന്നു. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും പുഷിന് പ്രശ്നം, ബ്ലേഡിന് പ്രശ്നം, അങ്ങനെ പ്രശ്നം, ഇങ്ങനെ പ്രശ്നം, അത് പ്രശ്നം, ഇത് പ്രശ്നം, എന്തെങ്കിലുമൊക്കെ ചെറിയ ഫോൾട്ട് ആയിക്കോട്ടെ, എന്നാൽ കൂടിയും അതിന്റെ എഫിഷ്യൻസിയിൽ കുറവ് വന്നിട്ടുണ്ട്. ആൻഡ് ഹിയർ യു ആർ ഹാവിംഗ് സംതിങ് കോൾഡ് ഡെപ്രീസിയേഷൻ. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് എലിമെന്റ് T. ആൻഡ് വാട്ട് ഇസ് T ഹിയർ? ദിസ് ഇസ് ഇൻവെസ്റ്റ്മെന്റ് ടാക്സ് ക്രെഡിറ്റ്. Investment tax credit. Okay, so whenever you are making some investment, you have to have something called investment tax credit. അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സ് എലമെന്റ് വരുന്നുണ്ട്. സോ യു ആർ ആക്ച്വലി ബ്രിങ്ങിങ് ദ എലമെന്റ് ഓഫ് ഗവൺമെന്റ്, അല്ലേ? സോ അപ്പോൾ ഇങ്ങനെ കുറെ കോമ്പോണൻസ് ആണ് നമ്മൾ എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മുടെ RC-നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ RC പാർട്ട് ഇസ് ക്ലിയർ, ഐ ഹോപ്പ്. നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പോണന്റ് ഓർ ഫാക്ടർ ദാറ്റ് ഇസ് ഇൻഫ്ലുവൻസിങ് നമ്മുടെ ക്യാപിറ്റൽ സ്റ്റോക്ക്. ഡിസൈഡ് ക്യാപിറ്റൽ സ്റ്റോക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അടുത്ത കോമ്പോണന്റ് ആണ് MPK. എന്താണ് MPK? നമ്മൾ പറഞ്ഞു, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, അല്ലേ? മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ, ദിസ് ഇസ് MPK. എന്താണിത്? ഇതിന്റെ അർത്ഥം, whenever you are actually going for an extra unit of capital, ഒരു എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ അവിടെ കൊണ്ടുവരുമ്പോൾ what is the extra output that is generated? അതായത് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ആ ഫേം ഒരു എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അത് കാരണം എത്രമാത്രം എക്സ്ട്രാ ഔട്ട്പുട്ട് ആണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് യുവർ MPK ഓർ യുവർ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ഈ 2 ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു, റൈറ്റ്? നൗ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ when you are, our intention is actually to derive something called K-star or the desired level of capital stock, which would be maximizing the profit of the company, അല്ലെ? ഈ ഒരു K-star ആണ് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ K-star കണ്ടുപിടിക്കാനായിട്ട് you have to bring both cost as well as benefit part, അല്ലെ? അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു കോസ്റ്റ് എലമെന്റ് വരുന്നുണ്ട്, ഓൾസോ ഒരു ബെനിഫിറ്റ് എലമെന്റ് വന്നേ പറ്റൂ. കാരണം ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, എനിക്ക് അതിൽ നിന്ന് എന്താണ് ലാഭം കിട്ടുന്നത് എന്നുള്ള സംഭവം നമ്മൾ നോക്കണം. ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ,
അടുത്ത ബെനിഫിറ്റ് അപ്പൊ എന്തായിരിക്കും? MPK അല്ലെങ്കിൽ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇത് രണ്ടും അല്ലേ നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടത്. അപ്പൊ റെന്റൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് എക്സ്പെൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. MPK എന്ന് പറയുമ്പോൾ എത്രമാത്രം എക്സ്ട്രാ ഔട്ട്പുട്ട് ആണ് എനിക്ക് കിട്ടുന്നത് ആസ് എ റിസൾട്ട് ഓഫ് ഗോയിങ് ഫോർ ആൻ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതാണ് അല്ലെ. അപ്പൊ എനിക്ക് എന്തോരം എക്സ്ട്രാ ഔട്ട്പുട്ട് കിട്ടും. സോ ദാറ്റ് ഇസ് എ ബെനിഫിറ്റ് പാർട്ട്. സോ ഇത് രണ്ടും കൂടെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കണം. സോ ടു മാക്സിമൈസ് പ്രോഫിറ്റ് വി ഹാവ് ടു ബ്രിങ് the marginal product of capital and real rental cost of capital equal. ഇവർ രണ്ടുപേരും ഈക്വൽ ആവണം. അപ്പൊ റിയൽ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. റിയൽ റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ എഴുതുന്നത് R/P. അപ്പൊ R/P എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. റിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈസ് എലമെന്റിനെ എടുക്കുന്നു, അവിടെ എടുത്തു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, so marginal product of capital is equal to real rental cost of capital. ഈ ഒരു സംഭവമാണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഓക്കെ, നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്തു എന്നുള്ളത്. സോ R എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ പ്രകാരം റെന്റൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും R തന്നെ ഉപയോഗിച്ചത്. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. സോ ഈ ഒരു ഇക്വേഷൻ പ്രകാരം അത് മനസ്സിലാക്കുക. ആൻഡ് P is the price of the output. ഓക്കെ, നൗ അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ മോഡൽ പ്രകാരം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിച്ച് ഇസ് കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഇസ് എ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1, ലീനിയർ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 1 അല്ലെ. അപ്പൊ നമ്മൾ കോപ്പ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എഴുതുകയാണ്. സോ y ഈസ് ഈക്വൽ ടു a. y എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട്, a എഫിഷ്യൻസി പാരാമീറ്റർ, k ക്യാപിറ്റൽ കാണിക്കുന്നു, k റേസ് ടു ആൽഫ, l റേസ് ടു 1 മൈനസ് ആൽഫ, l ലേബർ ആണ്. സോ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഗോ ഫോർ ഡെറിവേഷൻ ഓഫ് y വിത്ത് റെസ്പെക്ട് ടു k. അപ്പൊ നമ്മൾ ക്യാപിറ്റലിന്റെ ബേസിസിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബിക്കോസ് നമ്മുടെ ഇന്റൻഷൻ എന്താണ്? ക്യാപിറ്റൽ സ്റ്റോക്ക് K* കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനെ വി ഹാവ് ടു ഗോ ഫോർ ഡെറിവേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഡിഫറൻസിയേഷൻ റൂള് നമ്മൾ പ്രയോഗിക്കുന്നു. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വി ആർ ഗോയിങ് ഫോർ y വിത്ത് റെസ്പെക്ട് ടു k. അപ്പൊ നമുക്ക് MPK കിട്ടും, വിച്ച് ഇസ് ആൽഫ ഇൻറ്റു y/k. ഡിഫറൻസിയേഷൻ റൂൾ പ്രകാരമാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോ ഇനി നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ആ ഒരു ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ആൽഫ y/k ഇസ് ഈക്വൽ ടു R/P എന്ന് എഴുതാം. എന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ കെയിനെ കണ്ടുപിടിക്കുകയാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് k. നമുക്ക് k കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെ കിട്ടുന്ന കെയിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? K* എന്ന് വിളിക്കാം. അങ്ങനെ കിട്ടുന്ന കെയിനെ നമുക്ക് K* എന്ന് വിളിക്കാം. അപ്പൊ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്റൻഷൻ എന്താണ്? നമുക്ക് ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് ആയിട്ടുള്ള K* കണ്ടുപിടിക്കണം. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മൾ K* എത്തി. K* എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ പ്രകാരം, ഈ ഒരു ഫുൾ ഇക്വേഷൻ പ്രകാരം നമ്മൾ k കണ്ടുപിടിക്കുന്നു. ദാറ്റ് വുഡ് ബി അവർ K*. അപ്പൊ എന്താണ് K* ഇസ് ഈക്വൽ ടു ആൽഫ P/R ഇൻറ്റു y. ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ശ്രദ്ധിച്ചു നോക്കുക. ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ പറയുകയാണ് ഈ K* ഇസ് ഹാവിങ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വിത്ത് റെന്റൽ കോസ്റ്റ്. ഇവിടെ R എന്ന് പറയുന്നത് എന്താണ്? ഡിനോമിനേറ്റർ ആണ്. സോ റെന്റൽ കോസ്റ്റുമായിട്ട് ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് K* വരുന്നത്. നമുക്കറിയാലോ, കോസ്റ്റ് കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര വിഷമമായിരിക്കും. അപ്പൊ നമ്മൾ തന്നെ വിചാരിക്കും കോസ്റ്റ് ഒന്ന് കുറയട്ടെ, കോസ്റ്റ് കുറയുമ്പോഴേക്കും കുറച്ചുകൂടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ദ സെയിം തിങ് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഹിയർ. നമ്മളെല്ലാവരും അങ്ങനെ വിചാരിക്കും. അതായത് റെന്റൽ കോസ്റ്റ് കൂടുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിൽ നടത്തേണ്ട ഇൻവെസ്റ്റ്മെന്റ് അവിടെ കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളതൊന്നും നമ്മളൊന്ന് ചിന്തിക്കുന്നു. അപ്പൊ റെന്റൽ കോസ്റ്റ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് അതനുസരിച്ച് കുറയ്ക്കുന്നു. റെന്റൽ കോസ്റ്റ് കുറയുമ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാനായിട്ട് പോകുന്നത്, റൈറ്റ്? ആൻഡ് ഓൾസോ ദർ ഇസ് എ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട്, ക്യാപിറ്റൽ സ്റ്റോക്ക്, ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക്, ഇവർ തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻ ആണുള്ളത്. ഒന്ന് കൂടുമ്പോൾ മറ്റേതും കൂടുന്നു, റൈറ്റ്? അപ്പോൾ അങ്ങനെ നമ്മുടെ K* നമ്മൾ കണ്ടുപിടിച്ചു ആസ് പെർ ദിസ് പെർട്ടിക്കുലർ തിയറി, റൈറ്റ്? അപ്പൊ നമ്മൾ എന്താ
ഇതാണ് ഇൻ ഷോർട്ട് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ തിയറിനെ പറ്റി പറയേണ്ടത്. ഇത് നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിലെ ബുദ്ധി ആരുടേതാണ്? ഡേൽ ജോർഗൻസൺ. സോ ഹു ഈസ് ആക്ച്വലി ദ പേഴ്സൺ ഹു ഡെവലപ്പ് ദ തിയറി, റൈറ്റ്? സോ ഇത് ട്രഡീഷണൽ അപ്രോച്ച് ഒന്നും അല്ല എടുക്കുന്നതും, ഒരു മോഡേൺ അപ്രോച്ച് ആണ്. ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു പെർട്ടിക്കുലർ തിയറി പറയുന്ന എന്താണ്? എല്ലാ ഫേമും അവർക്ക് they are having a requirement to establish something called a desired level of capital stock. എല്ലാ ഫേമിനും ഒരു ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തേ പറ്റൂ. ബിക്കോസ് ഈ ഒരു ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ പ്രോഫിറ്റ് ഇരിക്കുന്നത്, അല്ലെ? അപ്പം എല്ലാ ഫേമും പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈഡ് ലെവൽ ഓഫ് ക്യാപിറ്റൽ സ്റ്റോക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് അവരുടെ ആവശ്യമല്ല, അത്യാവശ്യമാണെന്ന് തന്നെ വേണമെങ്കിൽ പറഞ്ഞേ പറ്റൂ. So that is it all about the entire theory. നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ തിയറിയുടെ ക്രക്സ് ആണ് ഞാൻ പറഞ്ഞത്, മെയിൻ ഐഡിയ. ഓക്കെ, സോ ഹോപ്പ് യു കുഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഞങ്ങളുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് കിട്ടും, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും, ആൻഡ് ഓൾസോ ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റും കിട്ടും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതേപോലെ തന്നെ you can join our free Telegram community. ഇതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. So that's all for today. Thank you for watching and kindly like, share and subscribe to our channel for more such content.